കോവിഡിന് ശേഷം സ്വകാര്യ ബസ് വ്യവസായം തകർച്ചയിലെന്ന് ബസ് ഉടമകൾ. യാത്രക്കാർ നേർപകുതിയാവുകയും നിത്യച്ചെലവ് ഇരട്ടിയായി കുറഞ്ഞതുമാണ് ബസ് വ്യവസായം തകർച്ചയിലാവാൻ കാരണമെന്ന് തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. ഈ പ്രതിസന്ധിയിലും ഏറെ പ്രയാസപ്പെട്ട സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിവരുന്നതിനിടയിലാണ് ഇപ്പോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 8 രൂപ വർദ്ധിച്ചത്. ഇതോടെ ചിലവുകൾ വീണ്ടും കൂടി. അടുത്ത മാസം 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതിനാൽ സ്ത്രീ യാത്രക്കാർ സ്വകാര്യ ബസ്സുകളെ ഉപേക്ഷിക്കും. യാത്രക്കാരിൽ പകുതിയിലേറെ വരുന്ന സ്ത്രീകൾ കൂടി വഴിമാറുന്നതോടെ വരുമാനം തീർത്തും കുറയും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വകാര്യ ബസ്സുകളെ സർക്കാർ സഹായിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാനാവില്ലെന്ന് തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. പ്രൈവറ്റ് ബസ് വ്യവസായം പ്രതിസന്ധിയിലാണെന്ന് ഇരിക്കെ ഇപ്പോൾ ആ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ഈ ഒരാഴ്ചക്കുള്ളിലുണ്ടായ ഡീസലിന്റെ വില വർധനവ് ലിറ്ററിന് 8 രൂപ. അതോടൊപ്പം തന്നെ അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യം ഏർപ്പെടുത്തുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം എങ്ങനെ ബാധിക്കും എന്നുള്ളതെ സംബന്ധിച്ചിട്ട് ഒന്ന് പറയാൻ വേണ്ടിയാണ്. കാരണം കോവിഡിന് ശേഷവും ഈ വ്യവസായം വളരെ പരിതാപകരമായിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡിന് ശേഷം ഞങ്ങളുടെ യാത്രക്കാർ നേരെ പകുതിയായിട്ട് കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് നമ്മുടെ വരുമാനത്തിൽ കാരണം കുറവ് വരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴും പെട്ടെന്ന് 8 രൂപ ഒരു ഡീസലിന് 1 ലിറ്റർ ഡീസലിൻ്റെ വില വർധന ഉണ്ടായത്. അത് 8 രൂപയിൽ നിൽക്കില്ല, ഇനി എവിടെ എത്തി നിൽക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും 100 ലിറ്റർ ഡീസൽ അടിച്ചും കൊണ്ട് സർവീസ് നടത്തുന്ന ഒരു ബസ്സിന് അതിൻ്റെ പേരിൽ മാത്രം വന്നിട്ട് 800 രൂപ പ്രതിദിനം വർധനവാണ് ചിലവുണ്ടാകുന്നത്. അപ്പോൾ ചിലവിന് ആനുപാതികമായിട്ടുള്ള വർധനവ് നമ്മളെ വരുമാനത്തിൽ ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ വ്യവസായം മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ സൗജന്യ യാത്ര വരുമ്പോൾ കേരളത്തിലെ യാത്രക്കാരിലെ ഏകദേശം 60% സ്ത്രീകളാണ്. അപ്പോൾ ആ സ്ത്രീകളൊക്കെ തന്നെ KSRTCയിൽ യാത്ര ചെയ്യുകയും സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ യാത്രക്കാരിൽ ഒരു വലിയ കുറവുണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴ് വന്ന UDF സർക്കാരിൻ്റെ മുന്നിൽ ഞങ്ങൾ നിവേദനങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതേതായി കഴിഞ്ഞാലും പഠിക്കട്ടെ. ഇത് നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾ അതിനെ സംബന്ധിച്ചിട്ട് പറയാം, നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമേ നടപ്പിലാക്കൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും പെട്ടെന്ന് ഞങ്ങളൊരു ചാർജ് വർധനയെ പറ്റിയിട്ട് ഞങ്ങൾ ആവശ്യപ്പെടില്ല. കാരണം ഒരു ചാർജ് വർധന ഉണ്ടായിക്കഴിഞ്ഞാൽ നിലവിലുള്ള യാത്രക്കാരുടെ എണ്ണം വീണ്ടും കുറയാനാണ് സാധ്യത. ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക നികുതി ഡീസലിൻ്റെ മേലുള്ളത് ഒഴിവാക്കി തരിക, സെസ് ഒഴിവാക്കി തരിക. അതുപോലെ വിദ്യാർത്ഥികളുടെ ചാർജ്, കാരണം കഴിഞ്ഞ 14 വർഷമായിട്ട് വിദ്യാർത്ഥികളുടെ ചാർജ് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിരന്തരം സർക്കാരിനെ സമീപിച്ചെങ്കിലും ഇന്നും കേവലം 1 രൂപ മാത്രം ആണ് വിദ്യാർത്ഥികളിൽ നിന്ന് ചാർജ് ഈടാക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് 3 കമ്മീഷൻ കൊടുത്തതിൻ്റെ റിപ്പോർട്ട് അവിടെ പെൻഡിംഗ് ഇരിക്കുകയാണ്. അത് പൊടിതട്ടാതെ അവിടെ കിടക്കുകയും അപ്പോൾ അതിൽ എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ഒരു വർധനവ് വിദ്യാർത്ഥികളത് കൂടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ 1-ാം തീയതി മുതൽ സ്കൂൾ തുറക്കുകയാണ്. സ്വാഭാവികമായിട്ടും ബസ്സുകളിലൊക്കെ തന്നെ മറ്റ് വിദ്യാർത്ഥികളായിരിക്കും പ്രൈവറ്റ് ബസ്സുകളിൽ. അപ്പോൾ അതിൻ്റെതും കൂടി ഒരു മാറ്റം വന്നുകൊണ്ട് ഈ വ്യവസായത്തെയും ഇത് ഏർപ്പെടുത്തുന്ന ഉടമകളെയും തൊഴിലാളികളെയും സംരക്ഷിക്കുവാനുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യക്ഷമായിട്ട് ഞങ്ങൾ സമരപരിപാടി എന്നുള്ള നിലയിൽ അടുത്ത മാസം ജൂൺ 8-ാം തീയതി കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഫീസിനും അതുപോലെ പോസ്റ്റ് ഓഫീസിനും ഒക്കെ മുന്നിലും എല്ലാ ജില്ലകളിലും പ്രതിഷേധ ധർണ്ണ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വീണ്ടും എല്ലാ ജില്ലകളും ഒരേ ദിവസം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും അതുപോലെ ബന്ധപ്പെട്ട മന്ത്രിയൊക്കെ ആയിക്കൊണ്ട് വീണ്ടും ഇടപെട്ടുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ വേറൊരു വിഷയം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ കൊട്ടിയൂർ ഉത്സവം ഇപ്പം തുടങ്ങിയിരിക്കുകയാണ്. സാധാരണയായിട്ട് തലശ്ശേരി കൊട്ടിയൂർ കേന്ദ്രീകരിച്ചിരിക്കുന്ന ബസ്സുകൾ അത് ഈ സതീദേവി ഷെൽട്ടറിൻ്റെ മുൻഭാഗത്ത് 1ഉം 2ഉം ട്രാക്കിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ KSRTC സ്പെഷ്യൽ പെർമിറ്റുകളിലെ ഉത്സവത്തിന് വേണ്ടിയിട്ട് കുറേ ബസ്സുകൾ വന്നിട്ടുണ്ട്.